കുടുംബം, ഈ വിഷയം എന്തുകൊണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ്. ഒന്നാമത്തെ കാര്യം, അത് ഒരു കുടുംബ കലഹത്തിന്റെ അങ്ങേയറ്റത്തെ തല എത്തിയ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. കുഞ്ഞുനാള് മുതലേ അത് വല്ലാതെ അനുഭവിച്ചിട്ടൊക്കെ അതിൽ നിന്ന് കുറെ പാഠഭേദങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്കെപ്പോഴും തോന്നാറുണ്ട്, കെയിൽ വന്നതിന് ശേഷം നമ്മളൊക്കെ കൺവെൻഷൻ അങ്ങനെയൊക്കെ വലിയ വലിയ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പം പിന്നീടുള്ള കുടുംബം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തെ ആസ്പദമാക്കിയിട്ട് എല്ലാ കൺവെൻഷനിലും ആരെങ്കിലും ഒരാളൊക്കെ സംസാരിക്കാറുണ്ട്. ഞങ്ങളുടെ ഹോം ഗ്രൂപ്പിലെ കൺവെൻഷൻസ് 3 ദിവസം നീണ്ടു വെക്കുന്ന ഒരു കൺവെൻഷനാണ്. അവിടെ എല്ലാ വർഷവും ഈ ഒരു വിഷയം ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നിയിട്ടുണ്ട്. കാരണം അതൊരു വല്ലാതെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കുടിയൊക്കെ നിർത്തി തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് തൊട്ടയൽവക്കത്തല്ല, നമ്മുടെ വീട്ടിന്റെ അകത്താണ്. അപ്പം അവിടെ നമ്മൾ കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ എടുക്കണം. വീട്ടിനകത്തുള്ള പെരുമാറ്റ രീതികളും കാര്യങ്ങളും ഒക്കെ നോക്കണം. അവിടെയാണ് ഈ കലഹവും വീടും തമ്മിലുള്ളൊരു ബന്ധം വരുന്നത്. അതൊരു നല്ല ബന്ധം ഉള്ളൊരു 2 ആസ്പെക്ട്സ്, 2 ഘടകങ്ങളാണ് നമ്മളെ കുടുംബവും കലഹവും. കലഹമില്ലാത്ത കുടുംബമൊന്നും ഇല്ലെന്നേ. എല്ലാ കുടുംബത്തിലും കലഹവും കാര്യമൊക്കെ കാണും. ഇല്ലെങ്കിൽ അതിനകത്തുള്ളൊരു രസമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആരും, നേരത്തെ ലാൽജി പറഞ്ഞ മാതിരി നമ്മളാരും പുണ്യാളന്മാരൊന്നും അല്ലാന്ന് നമ്മുടെ മുക്കിൽ തന്നെ പറയുന്നില്ലേ. അതിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ മനുഷ്യർ തന്നെയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് അരിശം വരും. അരിശം വരുമ്പോ വല്ലതൊക്കെ പറയും, വല്ലതൊക്കെ ചെയ്യും. ഇതൊക്കെ നമ്മുടെ വളരെ ഓർഗാനിക് ആയിട്ടുള്ളൊരു, ജൈവികമായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഈ വികാരം ഇങ്ങനെ പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞു. പക്ഷെ അത് പലതരത്തിലും നമുക്കത് വിക്ഷേപിക്കാം, വികാരങ്ങളെ. അതെങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളതിനെ പറ്റി ഒരു ഏകദേശ രൂപം ഒക്കെ നമ്മുടെ ആ പിന്നീടുള്ള കുടുംബം, എനിക്ക് തോന്നുന്നു ചാപ്റ്റർ 9, ബിഗ് ബുക്കിലെ 9ാമത്തെ ചാപ്റ്റർ. അപ്പൊ അതിന്റെ ഇടയ്ക്കൊന്ന് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. എനിക്കിതിനകത്ത് ആ പിന്നീടുള്ള കുടുംബം വായിച്ച സമയത്ത് വളരെ ഇഷ്ടപ്പെട്ട ഒരൊറ്റ കുഞ്ഞു വരിയുണ്ട്. അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അതിൽ പറയുന്നുണ്ട്, വി ആർ നോട്ട് എ ഗ്ലം ലോട്ട്, GLUM, വി ആർ നോട്ട് എ ഗ്ലം ലോട്ട്. അപ്പൊ ഇത് ഞാൻ ആദ്യമായിട്ട് എയിലേക്കൊക്കെ വരുന്ന സമയത്ത് അവിടെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാരും പറയുന്നേ. ഈ പടികളും പാരമ്പര്യങ്ങളും ഒക്കെ ഓരോരുത്തരൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ആകെ മൊത്തം ഭയങ്കര സീരിയസ്. അപ്പൊ ഞാൻ അപ്പൊ എന്റെ മനസ്സിലൂടെയൊക്കെ ഓടിയിട്ടുണ്ടായിരുന്നു, എന്താ ഇത് എല്ലാരും ഒരു രസമൊന്നും തോന്നുന്നില്ല. അപ്പോഴാണ് പിന്നീട് ബുക്ക് വായിക്കാൻ കിട്ടിയപ്പോഴാണ് അതിലൂടെ പോയപ്പോ, പ്രത്യേകിച്ച് ഈ പിന്നീടുള്ള കുടുംബം വായിക്കുന്ന സമയത്ത് ഈ ഒരു വാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വി ആർ നോട്ട് എ ഗ്ലം ലോട്ട് എന്ന് വെച്ചാല് നമ്മളത്ര വലിയ ഈ മ്ലാനതയോ അല്ലെങ്കിൽ ഈ എന്താ അതിന് പറയുന്നത്, വിഷണ്ണരായവരോ ഈ ചതഞ്ഞേ എന്നുള്ള രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടു നടക്കുന്നവരൊന്നും അല്ല. നമ്മൾ ജീവിതം ആസ്വദിക്കുന്നവരാ. വാസ്തവത്തിൽ ജീവിതം ശരിയായ രീതിയിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ജീവിതം ആസ്വദിക്കുന്നതിന്റെ അപ്പുറം പോയിട്ട് ജീവിതം ആഘോഷിക്കുന്ന ആൾക്കാരാണ്. വി ആർ സെലിബ്രേറ്റിംഗ് അവർ സോബ്രൈറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞ ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. ഒന്ന് നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാണ് എത്ര നമ്മൾ ഈ പറഞ്ഞ ഡീസന്റ് കുടുംബം, കള്ളും കഞ്ചാവും ഒന്നും ഇല്ലാത്ത കുടുംബങ്ങൾ, അല്ലെങ്കിൽ ഡിസ്ഫങ്ഷനിലാവാത്ത കുടുംബം. നമ്മുടെയൊക്കെ കുടുംബം അങ്ങനെയൊന്നും അങ്ങോട്ട് കോഞ്ഞാട്ടയൊന്നും ആയിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള അയൽവക്കത്തൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അവരൊക്കെ പറയുന്ന വലിയൊരു സന്തോഷമോ കാര്യങ്ങളോ ഒന്നും അങ്ങനെയൊന്നും കാണാനൊന്നും ഒക്കെയല്ല. അപ്പൊ ഇത് നമ്മുടെ മാത്രം പ്രശ്നമൊന്നും അല്ലെന്നേ. ഇത് മൊത്തത്തിൽ എല്ലാ കുടുംബങ്ങളിലും ഈ പറഞ്ഞ അടിപിടി, ബഹളം, കലഹം എല്ലാം ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മള് സോബറായി നിൽക്കുന്ന ഒരു ആളുടെ കുടുംബത്തിൽ, ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അത്
ചത്തേ ചതഞ്ഞ രീതിയല്ല അവിടെ. അവിടെ മ്ലാനരല്ല നമ്മൾ, അവിടെ വിഷണ്ണരല്ല നമ്മൾ. മറിച്ച് നമ്മള് ജീവിതം ആസ്വദിക്കുന്നവരാണ്, ജീവിതം ആഘോഷിക്കുന്നവരാണ്. അതുകൊണ്ട് പുതുതായിട്ട് വന്ന് കയറിയ ആൾക്കാർക്കൊക്കെ ഈ പേടിച്ചു പോകുന്നും വേണ്ട. ഇതെന്തോ ഭയങ്കര സീരിയസ് മനുഷ്യന്മാരാണ് ഇവിടെയുള്ള ഒന്നും വിചാരിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മള് സാധാരണ മനുഷ്യരാണ്. അതിൽ കവിഞ്ഞു വരുന്ന എന്താ വെച്ചാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സുബോധം എന്ന് പറഞ്ഞ ഈ ലോട്ടറി അത് ആസ്വദിക്കാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ആഘോഷമായി മാറ്റാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഇത് സംസാരിക്കുന്ന കൂട്ടത്തില് ഞാനിത് ഒരു 3 തലത്തില് കയറി ഇറങ്ങിയൊക്കെ പോകും. അതൊന്ന് വ്യക്തിപരമായിട്ടുള്ള കൊച്ചു കൊച്ചു ഷെയറിങ്ങുകൾ വരും. അതിന്റെ കൂടെ ഈ മനഃശാസ്ത്രത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. ഇത് മൂന്നാമതായിട്ടും എയുടെ കാര്യങ്ങൾ വരും. നമ്മളിപ്പോ പറഞ്ഞ ഈ 9ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ വരും. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു രീതി, ഇല്ലെങ്കിൽ ഒരു രീതി ഇല്ലായ്മയിലായിരിക്കും നമ്മുടെ സഞ്ചാരം അടുത്ത ഒരു കുറച്ച് നേരത്തേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കുടുംബ കലഹത്തിന്റെ മനഃശാസ്ത്രം എന്ന് പറയുന്ന സാധനത്തിനെ കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു പേടിയൊക്കെ തോന്നും. എന്തോന്ന് മനഃശാസ്ത്രം, എല്ലായിടത്തും ഉള്ളൊരു കാര്യം തന്നെയല്ലേ കുടുംബകലഹം. ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത്. അതായത് 10% കുടുംബകലഹങ്ങൾക്കും കാരണം 10% കുടുംബകലഹങ്ങൾക്കും കാരണം അഭിപ്രായ ഭിന്നതകളാണ്. ഓക്കെ, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അഭിപ്രായ ഭിന്നതകൾ കാരണമാണ് 10% കുടുംബകലഹങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ നാച്ചുറലി ഒരു ചോദ്യം നമ്മൾ ചോദിക്കാം, അപ്പൊ ബാക്കി 90%? അങ്ങനെ ഒരു ചോദ്യം വരില്ലേ? 10% മാത്രമേ അഭിപ്രായ ഭിന്നതകൾ കൊണ്ട് കുടുംബകലഹങ്ങൾ ഉണ്ടാകുന്നു, ബാക്കി 90% എന്നതാ? അപ്പോഴാണ് ഈ ബാക്കിയുള്ള 90%വും കുടുംബകലഹം ഉണ്ടാകുന്നത് ഈ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ട്, അതിൽ പറ്റുന്ന തകരാറ് കാരണം. അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുന്ന രീതി, അവിടെ ഈ ശബ്ദത്തിന്റെ ഒരു താളം, ഇതെല്ലാം പ്രശ്നമായി വരുന്നുണ്ട്. നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മള് ശരീരത്തിന്റെയൊക്കെ ഭാഷ, ഈ ഒച്ചയിടല്, അതൊക്കെ തന്നെ. അപ്പൊ നമ്മളൊരു അഭിപ്രായം നമ്മള് പ്രകടിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ തകരാറുകളുണ്ട്. ഇതാണ് 90% കുടുംബകലഹങ്ങളുടെയും കാരണം എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, അത് ശാസ്ത്രീയമായിട്ടുള്ള ഒന്നല്ല. ഇതിനെ ഒന്ന് എംഫസൈസ് ചെയ്യാൻ, ഇതിനൊരു ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ രീതികളുടെ പ്രശ്നം. അപ്പൊ ഞാൻ അതിൽ കൂടിയൊക്കെ തന്നെയായിരിക്കും മിക്കവാറും പൊക്കോണ്ടിരിക്കുക. നമ്മള് ഒരു അഭിപ്രായം പറയുന്നതിന്റെ രീതികളുണ്ടല്ലോ, ആ രീതി തകരാറായതുകൊണ്ട്, ആ രീതി ശരിയല്ലാത്തത് കൊണ്ട് കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അഭിപ്രായം ഗംഭീരമൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ അവതരിപ്പിക്കുന്ന രീതിക്ക് ഉള്ളൊരു ചെറിയ തകരാറുകൾ. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുന്നത്. ഇവിടെ മിക്ക കുടുംബങ്ങളിലും, അതായത് കലഹം കൂടുതലായിട്ടുള്ള മിക്ക കുടുംബങ്ങളിലും ഇല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്, ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇല്ലാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ്, ഒരു തുറന്ന മനസ്സോടു കൂടിയുള്ള ഒരു സമീപനം ഇല്ല എന്ന് വരുന്ന സമയത്ത് ആ ഘട്ടങ്ങളിലാണ് കൂടുതലും കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. ഓപ്പൺ ആയിരിക്കില്ല പലപ്പോഴും. ഇപ്പൊ കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഒന്ന് വെച്ചോണ്ട് പുറത്ത് വേറൊരെണ്ണം പറയും. വലിയ പ്രശ്നമൊക്കെ അകത്ത് കാണും, പക്ഷെ അത് പറയുന്നതിന് പകരം ചിലപ്പോൾ ചീകള് പ്രശ്നമൊക്കെ എടുത്തിട്ടിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം. അപ്പോ ഇതൊരു തുറന്ന മനസ്സിന്റെ ഒരു അഭാവമാണ് ഇവിടെ ഈ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ആശയവിനിമയം ഇപ്പൊ നടക്കില്ല. എങ്ങനെ ഓപ്പൺ അല്ലാണ്ട് നമ്മൾ എങ്ങനെ ആശയവിനിമയം നടത്താനാണ്? പലതും മറച്ചു പിടിച്ചുകൊണ്ട് ഒരു വിനിമയം, ഒരു സംസാരം നടക്കുന്ന സമയത്ത് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ഹെവി ട്രാഫിക്കുള്ള റോട്ടിൽ കൂടെ പോകുന്ന സമയത്തുള്ള അവസ്ഥയുണ്ടല്ലോ, ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ നിൽക്കും. നേരാവണ്ണം ഒരു ഗതാഗതം അവിടെ നടക്കുന്നില്ല, ആശയങ്ങളുടെ ഗതാഗതം അവിടെ നടക്കുന്നില്ല പ്രോപ്പറായിട്ട്. അതാണ് തുറന്ന മനസ്സില്ലായ്മ. പിന്നെ വരുന്ന അടുത്തൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഏതൊരു മനുഷ്യന്റെയും ഉള്ളില് കുറെ ധാരണകളൊക്കെ ഉണ്ടാവും അല്ലെ? ഇതിങ്ങനെയാണ്, അതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞൊരു ധാരണ ഉണ്ടാവും. അതുമാതിരി തന്നെ
നമ്മളെ പോലെ ഭാഗ്യഹീനരായിട്ടുള്ള ആൾക്കാര് കുടിയൊക്കെ നിർത്തി വീട്ടിലെത്തി കഴിഞ്ഞാലും, അതായത് പിന്നീടുള്ള കുടുംബത്തിലേക്ക് നമ്മൾ കാലുവെച്ച് കയറുന്ന സമയത്ത് നമ്മളെ പറ്റി അവരുണ്ടാക്കി വെച്ചിട്ടുള്ള മനസ്സിൽ അവര് കൊണ്ടു നടക്കുന്ന ഒരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളെ പറ്റിയുള്ള ധാരണകളുണ്ടാവും. അതിനെ നമുക്ക് വേണമെങ്കിൽ മുൻധാരണകൾ എന്ന് പറയാം, പ്രെജുഡിസ് എന്നൊക്കെ പറയാം. ഈ മുൻധാരണകൾ വെച്ചിട്ടായിരിക്കും പലപ്പോഴും നമുക്ക് നമ്മളെ കുടുംബത്തിൽ നിന്ന് കുടി നിർത്തി കഴിഞ്ഞ ഉടനെയുള്ള റിയാക്ഷൻസ് എല്ലാം വന്നുകൊണ്ടിരിക്കും. കാരണം ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലപ്പ. കാരണം അത്രമാത്രമൊക്കെ ഒപ്പിച്ചു വെച്ച് വില്ലാളി വീരന്മാരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഒരു എന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നോ വിശ്വസിക്കണമെന്നോ ഒക്കെ വിചാരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. അതാണ് കാരണം നമ്മളൊരു 20 വർഷത്തെ കുടി കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുള്ള വലിയ കൊടിയ ദുരന്തങ്ങൾ ആ കുടുംബം സഹിച്ചവരാണ്. നമ്മള് ഏലൊക്കെ വന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ നന്നായി കേട്ടോ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാല് അത് വിശ്വസിക്കാൻ മാത്രമുള്ള പൊട്ടന്മാരൊന്നും അല്ല അവര്. കാരണം ഇങ്ങനത്തെ കുറെ കണ്ടു കാണും അവർ. ഇതിനു മുമ്പ് നമ്മുടെ ചരിത്രത്തിലൊക്കെ ഒരുപാട് അങ്ങനെ നന്നാവൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ വീണ്ടും നമ്മളെ കുടിക്കാനാ പോകുന്നത്. അപ്പൊ ഇത് എത്ര കാലം ഇങ്ങേര് കുടിക്കാതെ നടക്കും? ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഓരോ മുൻധാരണകളാണ്. പക്ഷെ അത്തരത്തിലുള്ള മുൻധാരണകളെയാണ് നമ്മള് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള നിരന്തര സഞ്ചാരവും പ്രോഗ്രാമിലൂടെയുള്ള സഞ്ചാരവും എല്ലാം കൂടി ആയിട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവിന്റെ ഒരു ശക്തി, ഇതെല്ലാം കൂടെ വെച്ചോണ്ട് നമ്മള് നല്ലവരായിക്കൊണ്ടിരിക്കുക. നമ്മൾ നന്നാവുക എന്ന് മാത്രമല്ല, നമ്മൾ നല്ലവരായിക്കൊണ്ടിരിക്കുക. ഇതിന്റെ പ്രസരണം നമ്മളെ കുടുംബത്തിലാണ് ആദ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ചെങ്ങായിക്ക് ഇയാൾക്ക് എന്തൊക്കെയോ ബുദ്ധിയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഉള്ളാലെ വിചാരിക്കാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോഴേക്കും അല്പാൽപ്പം നമ്മളെയൊക്കെ വിശ്വസിക്കാനൊക്കെ തുടങ്ങും. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളോട് നല്ല ഇഷ്ടം തോന്നി തുടങ്ങും. അങ്ങനെ നമ്മൾ സന്തോഷത്തിന്റെ പാതയിലേക്ക് നമ്മളെ കുടുംബം എത്തിക്കൊണ്ടിരിക്കും. ബട്ട് ഇറ്റ് ടേക്സ് ടൈം. ഇതിന് കുറച്ച് സമയമെടുക്കും. ആ സമയമെടുക്കുന്ന സമയത്ത് നമ്മളൊരു സാവകാശം നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരിക്കണം. എടുത്ത് ചാടി ഞാനിതേ നന്നായി, അതുകൊണ്ട് എല്ലാവരും എന്നെ മാന്യമായിട്ട് എന്നോട് പെരുമാറണം എന്നൊക്കെ പറയുന്നതിൽ ഒന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. അത് നമ്മൾ ആവശ്യപ്പെടുന്നത്, അങ്ങനെയൊക്കെ ഒരു ആവശ്യം നമ്മൾ കുടുംബത്തിനകത്ത് വെക്കുന്നത് തന്നെ, നമ്മളെ മനസ്സിൽ ഇങ്ങനെയൊക്കെ വേണമെന്ന് ഒരു ചിന്ത തലയെ കയറുന്നത് തന്നെ ശുദ്ധ ഭോഷ്ക കേട്ടോ. ഒരു കാര്യമില്ല. അതുകൊണ്ട് കാര്യം അവരുടെ അനുഭവജ്ഞാനം, നമ്മളെ പറ്റിയിട്ടുള്ള അവരുടെ അനുഭവം, നമ്മളെ അനുഭവിപ്പിച്ച ആൾക്കാരാണല്ലോ ഒത്തിരി. അതൊക്കെ ഒന്ന് മാഞ്ഞ് തേഞ്ഞു പോകാനായിട്ടൊക്കെ കുറച്ച് സമയമെടുക്കും. അതൊന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം, തുറന്ന മനസ്സ് വേണം. മുൻധാരണകൾ അതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമുക്ക്. പിന്നെ എന്ന് പറയുന്നത് ഇതൊരു കോമൺ സാധനം. ഇതിപ്പം ആൽക്കഹോളിക് ഫാമിലിയിൽ മാത്രമൊന്നുമില്ല, എല്ലാ ഫാമിലിയിലും ഈ കലഹത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ അധികാരം എന്ന് പറഞ്ഞൊരു ഒരു ഫിനോമിനൻ ഉണ്ട്. അധികാരം. അത് 4 ആള് കൂടുന്ന സ്ഥലത്ത് ഒരാൾക്ക് ഒരു അധികാരം വേണം എന്നുള്ള ഒരു തോന്നലുണ്ടാവും. അതൊരു ഗ്രൂപ്പ് സൈക്കോളജിയാണ്. ഗ്രൂപ്പ് ആവുമ്പോൾ അതിനൊരു ലീഡർ വേണം. അങ്ങനെയൊക്കെയുള്ള ഒരു സാധനം നമ്മുടെ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അത് ചിലപ്പോൾ അറിയാതെയൊക്കെ ആൾക്കാർ അതിന്റെ മുൻപന്തിയിലേക്ക് എത്തുന്നതൊക്കെ കണ്ടിട്ടുമുണ്ട്. ചിലർക്ക് അത് കൂടുതലാണ്, ഈ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ കൂടുതലാണ്. പക്ഷേ ഇതൊരു അധികാര ശ്രേണിയുടെ ഉയരത്തിൽ എത്തിപ്പെടുന്ന ഒരു അവസ്ഥ വരും. കുടുംബത്തിൽ എപ്പോഴും അങ്ങനെയാ സംഭവിക്കും. കുടുംബത്തിൽ നമ്മളെപ്പോഴും കൊട്ടിഘോഷിക്കുന്ന ഒരു കുടുംബനാഥൻ എന്ന് പറഞ്ഞൊരു സങ്കല്പന ഉണ്ട്. ഇറ്റ്സ് ആക്ച്വലി അതൊരു ഇമാജിനറി സങ്കല്പം മാത്രമാണ്. ഈ കുടുംബനാഥൻ എന്നുള്ളത് നമ്മളെ തന്നെ അവരോധിക്കുക, നമ്മളെ തന്നെ നമ്മൾ പട്ടം കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കസേരയിൽ വലിയ സിംഹാസനത്തിൽ ഇരുത്തുന്ന ഒരു പരിപാടി തന്നെയാണ് കുടുംബനാഥൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ അധികാരം എന്ന് പറയുന്നത് ഒരു 99% കുടുംബങ്ങളിലും ഇതൊരു പുരുഷ മേൽക്കോയ്മയുടെ ഭാഗം തന്നെയാണ്. ഇതൊരു മെയിൽ ഡോമിനൻസിന്റെ ഭാഗമാണ്. അത് നമ്മുടെ സമൂഹത്തിൽ, നമ്മൾ ജീവിക്കുന്ന സമൂഹം പാട്രിയാർക്കിയലാണ്, പുരുഷാധിപത്യം ഉള്ളൊരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി എന്നൊക്കെ ഫെമിനിസം ഒക്കെ ആരൊക്കെ പറഞ്ഞാലും ഇതൊരു വാസ്തവം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് കുടുംബത്തിലും ഇതിന്റെ ഒരു പ്രതിച്ഛായ, ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. ഈ പുരുഷാധിപത്യത്തിന്റെ അല്ലെങ്കിൽ പുരുഷന്റെ ഒരു മേൽക്കോയ്മ സ്വഭാവം. ഇതെന്താ ഈ മേൽക്കോയ്മ സ്വഭാവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എപ്പോഴും ഞാനാണ് ശരി,
ഞാൻ പറയുന്നതൊക്കെയാണ് ശരി. ഓക്കെ, അതും ഒരു പരിധി വരെയൊക്കെ സഹിച്ചു കൊടുക്കാം. പക്ഷെ ഇതിന്റെ ഒരല്പം കൂടെ എക്സ്ട്രീം എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനാണ് ശരി എന്നുള്ളത് മാറിയിട്ട് ഞാൻ മാത്രമാണ് ശരി എന്നുള്ള ഒരു അധികാരത്തിന്റെ സ്വരം അതിലേക്ക് വരും. അപ്പോഴാണ് ഈ പിടുത്തം വിട്ടുപോകുന്നത്. ഞാൻ മാത്രമാണ് ശരി എന്ന് പറയുമ്പം എന്റെ ചുറ്റുമുള്ള എന്റെ കെട്ടിയോളും മക്കളും പറയുന്ന ഒന്നും ശരിയല്ലാത്ത കാര്യം. ഇത് എന്റെ അധികാരം ഉപയോഗിച്ചിട്ട് ഞാൻ എല്ലാ സമയത്തും എന്റെ കുടുംബത്തിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ആയുധമാണ് ഈ ഒരു അധികാരത്തിന്റെ ആ ഒരു തുരുപ്പുചീട്ട്. പിന്നെ അതിന് വളം വെച്ചു കൊടുക്കുന്ന തരത്തിലാണ് ചിലപ്പം ഒരു പക്ഷേ ആ കുടുംബത്തിന്റെ സാമ്പത്തിക സ്രോതസ് ഈ പുരുഷനായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന് കുറച്ചുകൂടെ കൂടുതൽ ഡയമെൻഷൻ വരും. കാരണം ഞാനല്ലേ വീട് നോക്കുന്ന ആള്, അപ്പൊ എനിക്കല്ലേ അധികാരം. ഇങ്ങനെയൊക്കെ വരും. ഒരു ആൽക്കഹോളിക്കിനെ സംബന്ധിച്ച് നമ്മള് കുടിയൊക്കെ നിർത്തി നന്നാവാൻ ആഗ്രഹിച്ചുകൊണ്ട് മുന്നേറുന്ന സമയത്ത് ഈ ഒരു അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വല്ലാത്തൊരു ശ്രമങ്ങളൊക്കെ നടത്തിയെന്നിരിക്കും. ഞാനൊക്കെ അത് ഒത്തിരി ചെയ്തിട്ടുള്ള ആളാണ്. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ കുടിച്ചു നടന്ന സമയത്ത് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരാ നോക്കി? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സാമ്പത്തിക സ്രോതസ് ഞാനായിരുന്നു. പക്ഷെ കുടിച്ചു നടന്ന സമയത്ത് ഞാൻ എന്തോന്നാ വീട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുടിക്കാൻ തന്നെ പൈസ തികയുന്നില്ല. പിന്നെ ഞാൻ വീട്ടിൽ കൊടുക്കുന്നത്. വീട് എങ്ങനെ നടന്നുപോയി എനിക്കറിയത്തില്ല. അതങ്ങ് പോയി. ആര് നോക്കി അവിടുത്തെ കാര്യങ്ങള്? അതും എനിക്കറിയില്ല. ഇതായിരുന്നു മിക്ക ആൾക്കാരുടെ അവസ്ഥ. ഇതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തില് ഇതേ കുളിച്ച് നനച്ച് കുട്ടപ്പനായി കയറി വന്നതിന് ശേഷം പറയാം ഞാനാണ് ഇവിടുത്തെ കുടുംബനാഥൻ എന്ന് പറഞ്ഞാല് അത് സമ്മതിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അല്പം ഒരു ക്ഷമ ശീലിച്ചേ പറ്റൂ ആ ഒരു കാര്യത്തിൽ. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ കുടുംബം നമ്മളോട് പെരുമാറാൻ തുടങ്ങി കഴിയുമ്പം അതിൽ നമ്മൾ അരിശം മൂത്തിട്ട് ഓടിപ്പോയിട്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ സ്ഥിരമായിട്ട് അരിശം മൂത്താലും നമ്മൾ പോയി ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് തന്നെ അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടാൽ അതിനെയാണ് നമ്മൾ റിലാപ്സ് എന്നൊക്കെ പറയുന്നത്. അതിനൊരു സാധ്യത ഇല്ലാണ്ടാക്കിക്കൊണ്ട് നടക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മൾ അങ്ങനെ ഒരു റിലാപ്സിലേക്ക് എത്തരുതേ എന്നുള്ള ഒറ്റ ആഗ്രഹം മൂത്ത് നമ്മൾ നടക്കുന്ന ആൾക്കാരാ. നടക്കുകയല്ലെന്നേ, നമുക്ക് ഇനിയൊരു കുടി നടക്കുകയില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയുന്നവരാ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഈ കുടുംബത്തിനകത്തു നിന്നുള്ള ഈ കലഹങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പം പൊട്ടിത്തെറിക്കാൻ നിന്നാൽ ആർക്ക് പോയി? നമുക്ക് പോയി എന്ന് നമുക്കറിയാം, നന്നായിട്ട് അറിയാം. കാരണം എന്റെ കെട്ടിയൊക്കെ ഒന്നും പോകാനില്ല. അത് ഇപ്പോഴും ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്. ആരെങ്കിലും ഒക്കെ കെട്ടിക്കൊണ്ട് പോയി, ആരെങ്കിലും ഒക്കെ ഇല്ലെങ്കിൽ കെട്ടിയിട്ടില്ലെങ്കിൽ കൂടെ കൊണ്ടുപോയിക്കോളും. മക്കളാണെങ്കിലും അങ്ങനെ അവരെ അപ്പനെ മാത്രമൊന്നും ആശ്രയിച്ചിട്ടൊന്നുമല്ല ആരും ചെയ്യും. അതുകൊണ്ട് നമ്മളൊരു അനിവാര്യതയെ അല്ല. നമ്മൾ ഒരു പക്ഷേ നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് അവര് ജീവിച്ചിരുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കഴിയാവുന്നതും ആ ഒരു റിയാലിറ്റി ഫാക്ടർ, ആ ഒരു യാഥാർത്ഥ്യ ബോധം ഉണ്ടാകുന്നത് നല്ലതാണ്. ഞാനൊക്കെ അത് ചിന്തിക്കുമ്പോ എനിക്കൊരു ചെറിയ മനപ്രയാസമൊക്കെ ഉണ്ട്. ഇങ്ങനെ വിട്ടുകൊടുക്കാൻ വലിയ മടിയാണല്ലോ ഈ അധികാരം എന്ന് പറഞ്ഞ സാധനം. അപ്പം അതങ്ങനത്തെ ഒരു തുറന്ന മനസ്സ്, മുൻധാരണകള് ഒഴിവാക്കുക. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പിടിവലികള് അങ്ങ് വിട്ടേക്കുക. അത് വന്നോളും. നമ്മളെ സൊബ്രൈറ്റി എത്ര നീളുന്നു അതനുസരിച്ച് പയ്യെ 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 വന്നോളും അതൊക്കെ. അപ്പം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന പാത അങ്ങനത്തെ ഒരു പാതയാണ്. നമ്മുടെ വഴി അതാണ്. കാരണം നമ്മള് പോലും അറിയാത്ത അനുഗ്രഹങ്ങൾ വന്ന് പതിക്കുന്നേ അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യാത്രയിലൂടെയാണ് നമ്മളെല്ലാരും പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പോലും അറിയാതെ ഈ അനുഗ്രഹങ്ങൾ വരുന്നതോടൊപ്പം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടത് പലതും ഒക്കെ നമുക്ക് അറിയാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് തിരക്ക് കൂട്ടിയിട്ട് ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ കൂടുതൽ പടുകുഴിയിലേക്ക് കൊണ്ട് എത്തുകയുള്ളൂ. ഒരുപക്ഷെ കുടിക്കുന്നൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മളെ കുടിച്ചതിനേക്കാൾ അപ്പുറത്തായിട്ട് നമ്മുടെ സ്വഭാവങ്ങൾ ദുഷിച്ചു പോകുന്നുള്ളൂ. നമുക്ക് മുമ്പാരോ ഒരിക്കലും ഒരു മീറ്റിങ്ങിന് പോയപ്പം ഒരു പയ്യൻ അവിടെ വന്നിട്ട് ഒരു 2-3 ദിവസം കണ്ട് ആയിട്ടേ ഉള്ളൂ. ആ പയ്യൻ അവിടുന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് ഇന്നും ഞാൻ മറക്കുകയില്ല. കാരണം ഞാന് നിങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് വന്നത് ഒരു നല്ല മനുഷ്യനാവാനാണ്. ഞാൻ ഓർത്ത് ഈ കാലം എത്രയായിട്ട് നമ്മൾ ഇതിനകത്തോടെയൊക്കെ നടന്നിട്ട് അങ്ങനെ ഒരു ചിന്ത തലേ കയറിയിട്ട് നമ്മള് കുടി നിർത്താൻ വേണ്ടിയിട്ട് വന്നു.
പക്ഷെ ഇത് ഇന്നലെ വന്ന ചെറുക്കനുണ്ട് ദേവേന്ദ്ര പറയുന്നത് ഞാൻ നല്ല മനുഷ്യനാവാൻ വേണ്ടിയിട്ടാണ്. അതൊരു ബോധോദയാണ്. ഐ വോണ്ട് ടു ബിക്കം എ ഗുഡ് ഹ്യൂമൻ ബീങ്. അത് തന്നെ, എനിക്കൊരു നല്ല മനുഷ്യനാവണം. ആ ഒരു ചിന്ത നമ്മുടെ ഓരോ ലിറ്ററേച്ചറിനകത്തും കാണാം. ഓരോ മീറ്റിംഗ് ഹാളിലും അതിന്റെ ഒരു പ്രതിഫലനം കാണാം. ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കുറച്ചു നേരം സംസാരിക്കുമ്പോൾ തന്നെ അതെല്ലാം നമ്മൾ പോലും അറിയാതെ, അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ അറിയാതെ നമ്മളിൽ എത്തിച്ചേരുകയാണ്. നമ്മളൊരു പുതിയ മനുഷ്യനായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ബിക്കമിങ് ആക്ട് ആണ്. ആൽക്കഹോളിക് അനോണിമസിലൂടെയുള്ള യാത്ര ബിക്കമിങ് എന്ന് പറഞ്ഞാൽ ഒരു ആയി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് ഒട്ടനെ ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ചൊന്ന് സ്പീഡ് കൂട്ടട്ടെ. ഇനി നമുക്ക് ഈ കലഹത്തിന്റെ കുറച്ച് കാരണങ്ങളിലേക്കൊന്ന് കടന്നു. കലഹത്തിന്റെ ഒരു പ്രധാന കാരണമായിട്ട് എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് സാമ്പത്തിക പ്രശ്നങ്ങളാണ്. കാരണം കൂടി നിർത്തി വന്ന സമയത്താണ് ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക്, അതായത് ഒരു തെളിച്ചമൊക്കെ തലയ്ക്ക് തോന്നിയ സമയത്താണ് കടങ്ങൾ എത്രയുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണ, ശരിയായ ധാരണ വരാൻ തുടങ്ങി. ഒരു കണക്കൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ബാങ്കിൽ ഇത്ര രൂപ കൊടുക്കുന്നുണ്ട്, വീടിന്റെ ജപ്തി നോട്ടീസ് വന്ന് കിടക്കുന്നു, ഈ അവിടെ കടം ഇവിടെ കടം, നാട് മുഴുവൻ കടം. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് തലയ്ക്ക് പെരുപ്പ് കയറുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുന്ന സമയത്തായിരിക്കും കെട്ടിയോള് വന്നിട്ട് ചോദിക്കുന്നത്, മനുഷ്യ നിങ്ങളായിട്ട് ഇതെല്ലാം ഉണ്ടാക്കി വെച്ച എന്നെ കൊണ്ടെങ്കിലും വയ്യ, എന്റെ കഴുത്തിൽ കെട്ടുതാലി പോലും ഇല്ല, അതുവരെ നിങ്ങൾ കൊണ്ടുപോയി വിറ്റില്ലേ, നീ എവിടുന്നേലും കണ്ടെത്തിക്കോ പൈസ, എവിടുന്നേലും അടക്കില്ലേ, വീടും കൂടെ പോയി കിട്ടും എന്നൊക്കെ പറയുന്ന സമയത്തുണ്ടാകുന്ന ഒരു കലി കയറാനുണ്ട്. അപ്പോ ഒരേ സമയത്ത് കലിയും കയറും, അതേപോലെ തന്നെ ഒരു നിസ്സഹായത വരാനുണ്ട്. എന്താ ചെയ്യാന്നുള്ളൊരു തോന്നൽ വരും. എന്നിട്ട് അത് ആരെടുത്താ തീർക്കേണ്ടതെന്ന് നോക്കിയാൽ വീട്ടിൽ തന്നെ അല്ലാണ്ട് വേറെ പുറത്തു പോയിട്ട് എനിക്ക് നാട്ടുകാരോട് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല, അടി കിട്ടും എന്നുള്ള ഉറപ്പാണ്. വീട്ടിലാരുള്ള എളുപ്പമാർഗം കെട്ടിയോളെടുത്ത് തീർക്കുക. ഇങ്ങനെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കുടിക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. ഓർത്തോണം, ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയത്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തോ വലിയ ത്യാഗം ചെയ്യുന്നവരെയാ പറയും കുടി നിർത്തിയതേ, എന്നിട്ട് നിനക്ക് ഒരു വിലയില്ല, ഒന്നുമില്ല, ഇങ്ങനെയൊക്കെയാണോ ഇത് നോക്കണ്ടേ? എന്തെങ്കിലും നമ്മൾ പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നാളെ ബാങ്കുകാർ ഇവിടെ വന്നിട്ട് ജപ്തി തന്നിട്ടുണ്ട്, ഏതായാലും അടച്ചു കൂട്ടിപ്പോകും. ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരുന്ന സമയത്ത് ഈ യാഥാർത്ഥ്യബോധം ഒട്ടും തന്നെ തലയിൽ നിൽക്കില്ല. ഈ സാമ്പത്തിക കാര്യം കൊണ്ട് വീട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഒരു ഗുണപരമായ ഒരു കാര്യവും നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. അതാണ് കലഹത്തിന്റെ ഒരു നമ്പർ 1 ക്വാളിറ്റി. അതാണ് കലഹങ്ങൾ കൊണ്ട് ഗുണപരമായിട്ടുള്ള ഒരു കാര്യവും നേടിയെടുക്കാൻ പറ്റില്ല. ചുമ്മാ വളാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് തീർക്കുക. എന്തെങ്കിലും ഒരു പ്രോഗ്രസീവായിട്ട് ഒരു കാര്യം നമുക്ക് ഒരു കാല് മുന്നോട്ടെടുത്ത് വെക്കാൻ പറ്റില്ല ഒരു കലഹപ്രിയമായിട്ടുള്ള ഒരു വീട്ടിനകത്ത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഒരു ന്യൂനത, അതിന്റെ ഒരു കുഴപ്പം പിടിച്ചൊരു കേസ്. അതാണ് അത് സാമ്പത്തികം. പിന്നെ വരുന്നത് എപ്പോഴും വരുന്നത് ഈ പിള്ളേരുണ്ടാക്കി വെക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത്രയും കാലം നമ്മൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അറിയാൻ തുടങ്ങിയ സമയത്താണ് ഇതിന്റെ ഗൗരവം മനസ്സിലാകാൻ തുടങ്ങുന്നത്. പിള്ളേര് ഒപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം അപ്പൻ എന്നുള്ള നിലയിൽ നമ്മൾ നിൽക്കേണ്ടടുത്ത് നിൽക്കാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊന്നും ചിന്തിക്കാനൊന്നും അപ്പം തോന്നൂല. അപ്പോഴാദ്യം തോന്നുന്നത് എന്താ വെച്ചാൽ കെട്ടിയോളം മേക്കിട്ട് കയറാനേ തോന്നും. നീ വളർത്തിയതിന്റെ ദോഷമാടി ഇത്. നാട്ടുകാരും ഇതൊക്കെ കുടുംബക്കാരും ഒക്കെ ഇത് തന്നെയായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളർത്തു ദോഷമാണ്, മക്കളുടെ നിങ്ങൾ നേരാൻ വണ്ണം വളർത്താത്തതിന്റെ പ്രശ്നമാണ്. ഇതെല്ലാം കൂടെ വരുന്ന സമയത്ത് ഈ പിള്ളേരെ എടുത്തിട്ട് 4 അടിപിടി ആവും. അവളുമാരും ഒന്നും അത്ര വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അവരുടെ ഉള്ളില് ഇതിയാൻ വന്ന് കുടി നിർത്തി വന്നതിന് ശേഷം നമുക്കിട്ട് മേക്കിട്ട് കയറാൻ വരികയാണ്. നമുക്ക് അടി കൂടി. മുമ്പ് അടി നമുക്ക് അത്ര കിട്ടില്ലായിരുന്നു. കാരണം നമ്മള് വരുന്ന വരവൊക്കെ ആ സമയത്ത് കട്ടിലിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കുന്ന മക്കളൊക്കെയാണ്, അല്ലെങ്കിൽ ഉറങ്ങിയ പോലെ നടിച്ചു കിടക്കുന്ന മക്കളാണ്. അവരിപ്പം ചാച്ചനിതേ കുറച്ച് മര്യാദയിലൊക്കെ നടക്കാൻ തുടങ്ങിയെന്ന് കണ്ട് ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ പിള്ളേർ പ്രശ്നം എടുത്തും വെച്ചിട്ട് ഇവരെ ഇട്ടുകൊണ്ട് വീക്കാനൊക്കെ തുടങ്ങും. അപ്പൊ അവരുടെ ഉള്ളിൽ തോന്നുന്ന ഇതിലും ഭേദം ഇത് ഞാൻ കുടിച്ചു നടക്കുന്ന തന്നെയായിരുന്നു. നാച്ചുറലി അങ്ങനെ തന്നെ തോന്നുള്ളൂ. അപ്പൊ അവിടെയെല്ലാം നമുക്ക് വിട്ടുപോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് അങ്ങനെ അഥവാ പിള്ളേരുടെ ഇത്ര വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ
അത് നമുക്കൊന്ന് രമ്യതയിലൊക്കെ ഇരുന്ന് പിള്ളേരോട് സ്നേഹത്തോടു കൂടിയൊക്കെ പറഞ്ഞൊക്കെ ശരിയാക്കി കൊടുക്കാൻ സാധിക്കുന്നേ. പക്ഷേ അതിനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല. അവിടെയാണ് കുഴപ്പം പറ്റുന്നത്. പിന്നെ അടുത്തൊരു വലിയ കലഹത്തിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയമാണ്. സംശയം തീർത്താ തീരാത്ത സംശയങ്ങൾ കുടിച്ചു നടക്കുമ്പോഴും ഒരുപക്ഷെയൊക്കെ നമ്മുടെയൊക്കെ തലയ്ക്കകത്തോടെ കൂടി കാണും. കാരണം നമ്മള് ഒരു ഭർത്താവ് എന്ന നിലയിൽ പലപ്പോഴും ഭാര്യയോട് പാലിക്കേണ്ട ചില മിനിമം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊന്നും നമ്മളതൊന്നും പാലിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അവളൊന്ന് ലേശം ഒന്ന് ശകലം ഒന്ന് ഒരു നല്ല സാരി എടുത്ത് കൊടുത്താലോ, ഒന്ന് പോയി ഫേഷ്യലൊക്കെ ചെയ്ത് വന്ന് കുരുകയൊക്കെ ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, അതിനെന്താ പറയുന്നത്, പ്ലക്ക് ചെയ്തിട്ടൊക്കെ വന്നു കഴിഞ്ഞാല് തലയിൽ ആദ്യം തോന്നുന്ന കാര്യം ഇതാണ്, ഇവള് ആരെ കാണിക്കാനാ ഈ ഉടുത്തൊരുങ്ങിയിരിക്കുന്നത്. നാച്ചുറലാണത്. നമുക്ക് തോന്നും ഇതെന്തോ ഒരു വശപ്പശ കൊണ്ട് ഈ ഒരുങ്ങലും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നത്. ഉടനെ തുടങ്ങി സംശയം. പിന്നെ ആ കണ്ണ് വെച്ചിട്ടാണ് അവളുടെ ഓരോ നീക്കങ്ങളും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഫോണ് വരുന്നു, എവിടുന്നാ ഫോൺ വരുന്നത്. ഇത് പയ്യെ 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 ഒരു വലിയ കലഹത്തിലേക്കാണ് നീങ്ങുന്നത്. അത് ഒരുപക്ഷെ ചായക്ക് ഇച്ചിരി മധുരം കുറഞ്ഞു എന്നുള്ളതായിരിക്കും കാരണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാരണമായിരിക്കും അത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ കിടന്ന് പുകയുന്ന ഈ സംശയമാണ്. ഇവക്ക് ആരാണ്ടോ ഉണ്ട്, ജാരനുണ്ട് ഇവക്ക്, ഏതോ ഒരുത്തനുണ്ട് ഇവക്ക്. ആ ചിന്തയാണ് തലയ്ക്കകത്ത് കിടന്ന് മതിക്കുന്നത്. അപ്പം അത് പുറത്തേക്ക് ഒഴുകാനായിട്ട് ഒരു ചാൻസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. രണ്ടെണ്ണം പെട്ടയ്ക്കാനോ രണ്ടെണ്ണം പൊട്ടിക്കാനായിട്ട് കിട്ടിയൊരു ചാൻസാണ്. ഈ പേരും പറഞ്ഞ് അടിച്ചാൽ അത് നാണക്കേടാണ്. അപ്പൊ അതിലും ഭേദം, കാരണം നമ്മുടെ പൗരുഷം പോലും ചോദ്യം ചെയ്യപ്പെടുക, നമ്മുടെ കെട്ടിയൊക്കെ ഒരു ജാരനുണ്ട് എന്നൊക്കെ സങ്കല്പിക്കുന്നത് തന്നെ നമ്മുടെ പൗരുഷത്തിനൊരു ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ട് അതൊന്നും പറയാതെ ചായക്ക് മധുരമില്ല, അടുത്തൊരു ഏറെറിയാം ചായ ഗ്ലാസ്, എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങാം ആ പേരും പറഞ്ഞ് രണ്ടെണ്ണം പൊട്ടിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ കൂടെ മതിച്ച് നടക്കുന്ന ചില വൃത്തികെട്ട സ്വഭാവങ്ങൾ എന്ന് തന്നെ പറയട്ടെ. അപ്പോ ഇതിനെയൊക്കെയാണ് നമ്മൾ ഈ പടികൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മൾ അല്പാൽപമായി മെല്ലെ മെല്ലെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കലഹകാരണം ആയിട്ട് വരുന്നത് ഈ പഴി ചാരുന്ന ഒരു പ്രവണത. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ ഇടയിൽ മാത്രമല്ല, ഇത് ഏറ്റവും കൂടുതൽ പിന്നെയും കണ്ടുവരുന്നത് ഈ കെട്ടിയോളുമാർക്കാണ്. ഈ പഴിചാരലും അതിന്റെ കൂടെ തന്നെ കുറ്റപ്പെടുത്തല്. അത് വേറൊരു, ഇത് രണ്ടും ഒരേ തട്ടിൽ ഇടാവുന്ന സാധനങ്ങളാണ്. അതായത് വീട്ടിലെ കാര്യങ്ങളൊന്നും നേരാൻ വണ്ണമൊന്നും നടക്കുന്നില്ല എന്ന് കാണുമ്പം അറ്റ കൈക്കുള്ള ഒരു സാധനം, നിങ്ങൾ ഒരൊറ്റയാള് കാരണമല്ല ഇത്, നിങ്ങൾ ആ മര്യാദയ്ക്ക് നടന്നിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അതിനെങ്ങനെയുള്ള സമയത്തുള്ള കാശ് മുഴുവൻ കുടിച്ചു കളഞ്ഞു, ശ്രദ്ധയില്ല, കുടുംബത്തെ കയറിയല്ല, ഇതും പറഞ്ഞിട്ട് ഈ പഴംപുരാണം പറച്ചില് ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആർക്കായാലും ദേഷ്യം പിടിക്കും. അപ്പൊ നമ്മൾ ഉടനെ തിരിച്ച് രണ്ടെണ്ണം അങ്ങോട്ട് പോകും. അത് പിന്നെ ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അത് ഒടുവിൽ വലിയ കലഹത്തിൽ ചെന്ന് കലാശിക്കും. ഇതൊക്കെയാണ് ഈ പഴിചാരലും കുറ്റപ്പെടുത്തലുകളും. എന്തിനു വേണ്ടിയിട്ടാണ്? അതുകൊണ്ട് ഗുണപരമായിട്ട് ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഒറ്റ ചോദ്യം മനസ്സിനോട് ചോദിച്ചാൽ മതി, നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി, ഇങ്ങനെ പഴിചാരിയോണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതേ സാധനം അവരിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ഈ ബഹളം അല്ല വേണ്ടത്. കലഹത്തിലൂടെ ഒരു കാര്യത്തിനും പരിഹാരം കിട്ടില്ല, ഒരാശയവിനിമയവും കലഹത്തിലൂടെ നടക്കില്ല. അതാണ് ഈ ആർഗ്യുമെന്റും ഡിസ്കഷനും തമ്മിലുള്ള ഒരു വലിയ, MBA കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾ പറയുന്ന ഒരു വലിയ രണ്ട് കാര്യങ്ങൾ. അത് ഈ ആർഗ്യുമെന്റ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ അത് നമ്മൾ പറയുന്നത് എങ്ങനെയാ അതിനെ വിവരിക്കുക? ഈ വാക്കുതർക്കം എന്നൊക്കെ പറയില്ലേ, അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ചർച്ചകൾ. ഈ കുടുംബത്തിനകത്ത് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മള് പിന്നീടുള്ള കുടുംബം എന്നുള്ള കൺസെപ്റ്റിനകത്ത് പ്രത്യേകം ആവശ്യം വരുന്ന ഒരു കാര്യമാണ് ഈ ഡിസ്കഷൻസ്, ചർച്ചകൾ. എല്ലാ കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവും. ഈ പ്രശ്നങ്ങൾ വന്നാൽ അതിന് പരിഹാരം നമ്മൾ കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മളൊന്ന് കൂടിയിരുന്നിട്ടൊന്ന് ചർച്ച ചെയ്യാന്നുള്ളത്. ഇതും ഈ ആർഗ്യുമെന്റും തമ്മിൽ ആ അറ്റവും ഈ അറ്റവും. ഈ വാദപ്രതിവാദം നടത്തുന്നതുകൊണ്ട് കാര്യമായ നേട്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല. കാര്യം വാദപ്രതിവാദം നടത്തുന്ന ഏതൊരാളും അയാൾ പറയുന്നതാണ് ശരി എന്നുള്ളതിൽ കടിച്ചു തൂങ്ങി കിടന്നുകൊണ്ട് മാത്രമേ നമ്മൾ വാദിക്കാൻ നിൽക്കൂ. ഞാൻ പറയുന്നത് എല്ലാം ശരി, ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി ഞാൻ മാത്രമാണ് ശരി എന്നുള്ളൊരു ധാരണയും വെച്ചുകൊണ്ടാണ്
ഒരു വാദപ്രതിവാദത്തിൽ നമ്മൾ ഏർപ്പെടാറുണ്ടാകുന്നത്. അതിനിപ്പോ എന്തെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവും. ഈ ആർഗ്യുമെന്റും ഡിസ്കഷനും തമ്മിൽ കുടുംബ കലഹത്തിനകത്ത് ഉള്ള അതിനെ നമ്മൾ രണ്ടായി വേർതിരിച്ച് ഇങ്ങനെ വേണമെങ്കിൽ വിഭജിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പം കാര്യങ്ങൾ മനസ്സിലാവും. ഈ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് സാധനത്തിനകത്ത് ഓപ്പൺ മൈൻഡഡ്നെസ് ഇല്ല. മറ്റേയാൾ പറയുന്നതെല്ലാം വിരുദ്ധ കാര്യങ്ങളാണ്. അതിനകത്ത് നമുക്ക് ഒരു കൺസെൻസസ്, ഒരു 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 എന്താ ഒരു സമാനതകളോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താനായിട്ടുള്ള ഒരു ശ്രമം ഒന്നും നമ്മൾ നടത്തുന്നില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വാശിപ്പുറത്താണ് ആർഗ്യുമെന്റ് നടക്കുക. ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ, ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു വാശി വരുന്നില്ല. അത് ആരോഗ്യപരമായിട്ടൊരു പരിഹാരത്തിലേക്ക് നമ്മളെ എത്തിക്കും ചർച്ചകൾ. നേരെ മറിച്ച് ഈ വാദപ്രതിവാദം, ഞാനാണോ ശരി നീയാണോ ശരി, രണ്ട് ഭാഗം അതിൽ വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് ശരി തെറ്റുകൾ തമ്മിലുള്ള ഒരു കൂട്ടിമുട്ടലാണ് അവിടെ. മറ്റത് നമുക്ക് ഒരു പരിഹാരം തേടിയിട്ടുള്ള ഒരു 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 പരിപാടിയായിട്ട് അത് മാറും. ഏത് ചർച്ച. അപ്പൊ കഴിയാവുന്നതും നമ്മള് ഏതായാലും കൂടിയൊക്കെ നിർത്തി ഒരു നല്ല ജീവിതത്തിലേക്ക് കാല് വെച്ചുകൊണ്ട് യാത്ര തുടരാൻ തീരുമാനിച്ച സ്ഥിതിക്ക് വീട്ടിനകത്ത് നമ്മളൊരു ഒരു ഇതിനൊരു സ്പേസ് കണ്ടെത്തുക. ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിലേക്ക് എല്ലാരും കൂടെ കൂടിയിരുന്നിട്ടൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ മാത്രം ഇല്ലെങ്കിൽ എന്റെ മാത്രം ഐഡിയകളല്ല അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ വേറൊരാളുടെയും കൂടെ ഐഡിയ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ വലിയ മക്കളുണ്ടെങ്കിൽ അവരുടെ ഐഡിയകൾ വരുന്നുണ്ട്. അപ്പം ഒരു മൂന്നാല് ആൾക്കാർ ചേർന്നിരുന്നിട്ട് ഒരു കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് മൂന്നാല് മനസ്സുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ മനസ്സുകളൊക്കെ ഒരു പരിഹാരം എന്നുള്ള പൊതുസ്ഥലത്തേക്കാണ് വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. അപ്പം അത് എപ്പോഴും എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള ഒരു കാര്യം അതിൽ നിന്ന് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കുടുംബത്തിനെ ഒന്ന് മാറ്റിക്കൊണ്ടുവരാൻ പറ്റിയാൽ വളരെ നല്ല കാര്യം. പക്ഷെ അവിടെ നമ്മള് കുറെ കാര്യങ്ങള് ഒഴിച്ചു നിർത്തേണ്ടി വരും. നേരത്തെ പറഞ്ഞ ആ അധികാരം എന്ന് പറഞ്ഞ ആ ചിന്ത, പുരുഷമേൽക്കോയ്മ എന്ന് പറഞ്ഞ ചിന്ത, ഞാൻ മാത്രമാണ് ശരി എന്ന് പറഞ്ഞ ചിന്ത, ഞാനാണ് ഈ വീട്ടിന്റെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്ന ചിന്ത, മുൻധാരണകള്, ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഓപ്പൺ മൈൻഡഡ്നെസ്സിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പം അത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത കാര്യം സാധിക്കുന്നതാണ്. കാരണം ഒരിക്കൽ നമ്മൾ അതിന് മുതിർന്നു കഴിഞ്ഞാൽ, കുടുംബമൊക്കെ ആയിട്ട് ചേർന്നിരുന്നിട്ട് ഒരു ചർച്ചയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണഭോക്താക്കൾ നമ്മൾ തന്നെയാണെന്ന് അറിയുമ്പോൾ, അതിൽ നിന്ന് റിസൾട്ട് വരുന്നുണ്ട് എന്നറിയുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടാൻ തുടങ്ങും. മാത്രമല്ല നമ്മളെ കുടുംബത്തിലും അത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമ്മളോടൊക്കെ ചോദിച്ചിട്ടാ കാര്യങ്ങളൊക്കെ ചെയ്യും. മുമ്പ് ഇത് അന്വേഷണത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ആളാണല്ലോ നമ്മള്. ഇപ്പൊ ഇത് നമ്മളോടൊക്കെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അത് തന്നെ ഒരു വലിയൊരു ലിബറൽ ആവുക. നമ്മൾ തുറക്കുകയാണ്. നമ്മൾ കുറെ സ്പേസ് വീട്ടിലുള്ളവർക്ക് കൊടുക്കുക, സ്ഥലം കൊടുക്കുകയാണ് നമ്മൾ. അപ്പൊ അത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മളെ പറ്റിയിട്ട് അവരുടെ ഉള്ളില് ഒരു പുതിയ മതിപ്പുണ്ടായി വരികയാണ്. നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് അത്യാവശ്യം വേണ്ട കാര്യമാണ് ചുറ്റുവട്ടത്തുള്ളവരുടെ മതിപ്പ് എന്ന് പറയുന്നത്. കാരണം അതെല്ലാം മൊത്തം പോയി കിടക്കുന്നവരല്ലായിരുന്നോ നമ്മള്? ആരെങ്കിലും ഒരു നല്ല കാര്യം നമ്മളെ പറ്റി പറയാറുണ്ടോ? കുടിച്ചു നടക്കുന്ന സമയത്ത് ഒരാൾ പോലും പറയാറില്ല. നമ്മളെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നല്ല അഭിപ്രായം ഉണ്ടോ? പിന്നെയല്ലേ മതിപ്പ്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ കുറെ കാലം ജീവിച്ച നമ്മളാണ്. അപ്പൊ വീട്ടിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടിപ്പിടിച്ച് കൊണ്ട നടക്കുന്ന ഒരു കുടുംബത്തില് അതിന്റെ നാഥനായി നിൽക്കുന്ന സമയത്ത് നമ്മൾ കുടുംബത്തിലുള്ള പല ആൾക്കാർക്കും, മക്കൾക്കും, ഭാര്യയ്ക്കും, അതിനടുത്ത് പെങ്ങന്മാർക്കും ഒക്കെ നമ്മളോട് ഒരു ചെറിയ ചെറിയ മതിപ്പുകളൊക്കെ തുടങ്ങുമ്പം ഇത് നമ്മുടെ സോബ്രൈറ്റിക്ക്, നമ്മുടെ സുബോധാവസ്ഥ നിലനിർത്താനായിട്ട് ഒത്തിരി സഹായിക്കുന്ന ഒരു കാര്യം. അതിനെ ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അവനവനോടുള്ള മതിപ്പ് നഷ്ടപ്പെട്ട ഒരു മദ്യാസക്തന് മറ്റുള്ളവരിൽ നിന്നും മതിപ്പുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനിൽ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു മാറ്റമുണ്ട്. പീപ്പിൾ ബിലീവ് ഇൻ മീ. ആൾക്കാർക്ക് എന്നിൽ വിശ്വാസം വരാൻ തുടങ്ങി. ആൾക്കാർക്ക് എന്നോട് ഇഷ്ടം തുടങ്ങി. കാരണം ഇത്രയും കാലം ഈ കണ്ടവന്റെ തെറിയും കേട്ട് വീട്ടിൽ നിന്ന് സ്വന്തം എന്റെ അമ്മ പോലും പറഞ്ഞിട്ടില്ല, ഇവനൊക്കെ വല്ല വണ്ടിക്കടി കിടന്ന് ചത്താ മതിയായിരുന്നു. അത് ഉള്ളി തട്ടിയൊന്നും പറയുന്നതല്ല. എന്നാലും അങ്ങനെയൊക്കെ പറയിപ്പിച്ചെടുത്തല്ലോ ഈ പെരുമാറ്റത്തിന്റെ ദൂഷ്യങ്ങൾ കൊണ്ടും കുടി കൊണ്ടും. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തുനിന്ന് നമ്മൾ തിരിച്ച് കരകയറി വന്നതിന് ശേഷം ഇങ്ങനെ ഒരു മതിപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് നമുക്ക് സ്വർഗതുല്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതാണ് അതിനകത്തുള്ള
ഈ ചർച്ച കൊണ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഒന്ന്, കൂടുതൽ തലകൾ അതിൽ എത്തിച്ചേരുന്ന സമയത്ത് കൂടുതൽ പരിഹാര മാർഗങ്ങൾ ഉണ്ടായി വരുന്നു. രണ്ടാമത്തെ കാര്യം ഇതാണ്, നമ്മൾ അവരോട് അഭിപ്രായം ചോദിക്കുന്നുണ്ടല്ലോ, നമ്മളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു മതിപ്പ് അവരിൽ ഉണ്ടായി വരുന്നു. അത് നമ്മളെ സോബ്രൈറ്റിനെ ഒരുപാട് സഹായകരമായിട്ട് മാറുന്നു. പിന്നെയുള്ളത്, സമയം നോക്കുന്നുണ്ടേ, ഓക്കെ, അടുത്തൊരു വലിയൊരു പ്രശ്നം വരുന്നത്, അതായത് കലഹത്തിന്റെ മറ്റൊരു പ്രധാന കാരണം, അത് നമ്മുടെ കൂടെ കിടക്കുന്നവളുമാരുടെ അടുത്ത് നിന്ന് വരുന്ന ഒരു വലിയൊരു പ്രശ്നമായിട്ട് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. തൊട്ട അയൽവക്കത്തുള്ള നമ്മളെന്താ ഇതിന് എളുപ്പത്തിൽ പറഞ്ഞ അയലത്തെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാവുക. അതായത് ഈ ഒരു കമ്പാരിസൺ, ഒരു താരതമ്യ പഠനം നടത്തുക അവര്. അവിടുത്തെ അങ്ങേരെ കണ്ടില്ലേ, എന്ത് മര്യാദയ്ക്ക് അയാള് രാവിലെ കറക്റ്റ് സമയത്തിന് കുട്ടികളെയും കൊണ്ട് സ്കൂളിലൊക്കെ കൊണ്ട് ആക്കുന്നു. ഇവിടെ ഒരാളുണ്ട് 10 മണിക്ക് ജോലി സ്ഥലത്ത് എത്തേണ്ട ആള് 9:45 എഴുന്നേറ്റ് വരത്തുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഓരോ വർത്താനങ്ങൾ ഉണ്ടാവില്ല. ഒന്ന് പറഞ്ഞാൽ അതെ, അയാളെ ഡ്രസ്സിങ് സ്റ്റൈല് കണ്ടില്ലേ, അയാളെന്ത് വൃത്തിയിലാ ഇസ്തിരിയൊക്കെ ഇട്ട് തേച്ച് വൃത്തിയാക്കി പോകുന്നതാണ്. ഒന്ന് പറഞ്ഞാൽ രണ്ടാം വാക്കിന് അയാളെ നോക്ക്, മറ്റവനെ നോക്ക്, മറ്റവൻ ചെയ്യുന്നത് കണ്ടില്ലേ. അതെല്ലാം ഇവരുടെ കണ്ണില് വലിയ ശരികള്. ഞാനൊരാൾ ചെയ്യുന്നത് മാത്രം ഭയങ്കര പറ്റപ്പോക്ക്. ആർക്കായാലും ദേഷ്യം പിടിക്കും. ഇത് നമ്മൾ ഓപ്പൺ മീറ്റിംഗ് ആയത് ഇപ്പോഴാണ്. പക്ഷെ അധികം നമ്മുടെ LN1 മെമ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അവര് കൂടെ അവരായിരുന്നു ഇത് കേൾക്കേണ്ടത്. നമ്മളെക്കാളും കൂടുതൽ അവരാണ് ഇത് അറിയേണ്ടത്. ഈ അയലത്തെ അദ്ദേഹത്തുമായിട്ടുള്ള ഒരു താരതമ്യം വന്നു കഴിഞ്ഞാൽ ഒരു ആൽക്കഹോളിക് അല്ല ഏതൊരു മനുഷ്യനായാലും ഏതൊരു പുരുഷനായാലും ഭ്രാന്തെടുക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അത് കുറയ്ക്കുക, അത് ഇല്ലാണ്ടാക്കുന്ന ഏറ്റവും നല്ലത്. എന്നാത്തിനാണ് അയാൾ അങ്ങനെയാണ് അയാൾ അങ്ങനെ, നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ, അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചു പോകുന്ന ഏറ്റവും നല്ലത്. പിന്നെ വരുന്നൊരു കാര്യം, എന്ത് ചെയ്താലും കുറ്റം, വിമർശനം. ഒന്നാമത്തെ കാര്യം, ഈ കുടിച്ചു നടന്ന സമയത്ത് നമുക്ക് കുടിക്കുന്നതിനെതിരെ ആരേലും എന്തേലും പറയുന്നത് ഒട്ടും സഹിക്കാത്ത ആൾക്കാരാണ്. എനിക്കൊക്കെ ഈ ദേഷ്യം പിടിക്കുന്ന ഒരു പ്രധാന കാരണം അതാണ്. ഈ എണ്ണ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. രാത്രി വരുമ്പോഴേക്ക് എത്ര കഴിച്ചു, എങ്ങോട്ടാണ് ഇതെല്ലാം ചെല്ലുന്നേ, എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വർത്താനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഒരിക്കലും ഭയങ്കര രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അമ്മയും അച്ഛനില്ല, അച്ഛനുണ്ടെങ്കിൽ എനിക്ക് പേടിയാ പുള്ളിയെ. അമ്മയും കെട്ടിയോളും കൂടെ എനിക്ക് നേരെ വാളെടുത്ത് വന്ന സമയത്ത്, നിങ്ങൾ എന്തോരം സാധാരണക്കാർ കുടിക്കുന്ന എന്ത് മര്യാദയ്ക്ക് കുടിച്ചിട്ട് അവര് നടക്കുന്നത്, നിങ്ങൾ ഈ ഇങ്ങനെ വെച്ച് വീപ്പ പോലെ കുടിക്കുകയാണോ, അപ്പടി ഇപ്പിടി എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ ഒരു ഫൈസ് അഹമ്മദ് ഫൈസിന്റെ ഒരു കവിതാശകലം എടുത്ത് ഇട്ടുകൊടുത്തു. ഏശിയില്ല എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ എനിക്കൊരു സമാധാനം കിട്ടി. ഞാൻ പറഞ്ഞു, ഞാൻ കുടിക്കുന്ന കള്ളിന്റെ കണക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം അല്ലേ, ഞാൻ കുടിക്കുന്ന കണ്ണീരിന്റെ കണക്ക് നിങ്ങൾക്ക് അറിയണോ? ഭയങ്കര സ്റ്റൈലായിട്ട് ചോദിച്ചതാ. പക്ഷെ ഏശിയില്ല. എവിടെ 4 കാലേ വന്ന് വീട്ടിൽ കയറുന്ന ആള് കവിത പറഞ്ഞിട്ട് എവിടെ ഏശാന. അപ്പൊ ഞാനിതാ പറഞ്ഞത്, നമ്മുടെ ആ താരതമ്യ പഠനം പോലെ തന്നെയാണ് ഈ വിമർശനവും. അത് അംഗീകരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ പിന്നീടുള്ള നമ്മുടെ ജീവിതം, ഈ ആ കുടി നിർത്തിയതിന് ശേഷം നമ്മൾ സോബറായിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ജീവിതത്തിന്റെ സമയത്ത് അല്പാൽപം വിമർശനം ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവണം എന്നുള്ളത്. കാരണം നമ്മളെ വിമർശിക്കുന്നത് നമ്മളെ കുടുംബമാണെന്നുള്ളത് ചിന്തിച്ചാൽ മതി. ആ വിമർശനത്തിനകത്ത് എന്തെങ്കിലും കാമ്പുണ്ടാവും, എന്തെങ്കിലും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് ചെവി കൊടുക്കുക. ഒരു പക്ഷെ നമ്മൾ ഒരു സമയത്ത് പോലും നമ്മളെ പറ്റി ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും അവര് പറയുന്നുണ്ടാവുക. കാരണം നമ്മുടെ റഡാറിൽ അത് വീണിട്ടില്ല. ഈ ഒരു പോരായ്മ, ഈ ഒരു തെറ്റുകുറ്റം നമ്മുടെ റഡാറിൽ പിടിക്കാത്തൊരു സാധനമായിരിക്കും. അത് അവരുടെ മനസ്സിൽ തോന്നിയൊരു കാര്യമായിരിക്കും. അത് സ്വീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ സോബ്രൈറ്റിക്ക് ആവശ്യമുള്ള ഒരു കാര്യം. വിമർശനങ്ങൾ, സ്വയം വിമർശനം എന്നൊക്കെ നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് വന്നതിന് ശേഷം. അപ്പൊ അതിനെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു നല്ല മനസ്സുണ്ടാക്കിയെടുക്കുക. പിന്നെയുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കടുംപിടുത്തക്കാര് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കും ഉണ്ട് കേട്ടോ. ഞാൻ നല്ലൊരു സ്റ്റബോൺനെസ്, നല്ലൊരു കടുംപിടുത്താണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെ ഏറ്റവും ബുദ്ധിമാൻ ഞാനാണ് എന്ന് സ്വയം ധരിച്ചു വെക്കുകയും, ഈ കയ്യിലുള്ള കാശ് മുഴുവൻ കൊടുത്തിട്ട് കള്ളും കുടിച്ചിട്ട് ബോധമില്ലാതെ വീട്ടിൽ കയറി വരുന്ന ആള് ബുദ്ധിമാനാണെന്നാണ് ഞാൻ ധരിച്ചു വെക്കുന്നത്. കാരണം എനിക്ക് ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഭയങ്കര ബുദ്ധിയാണ്.
വീട്ടിലുള്ളവർക്കൊന്നും അതിനെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ വിഷയങ്ങളൊക്കെ വേറെയാണ്. ഈ പറഞ്ഞ കലാചിന്ത, സിനിമ, പിന്നെ സാഹിത്യം, തത്വശാസ്ത്രം, മനഃശാസ്ത്രം. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഭയങ്കരനാണെന്നുള്ള വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഒരു ഈഗോ ബൂസ്റ്റ് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥയിൽ നടക്കുന്ന സമയത്ത് ഈ കടുംപിടുത്തം ഭയങ്കരമായിട്ട് നടക്കും. ഞാൻ പറഞ്ഞതാണ് അതിലെ ശരി, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. ഇത് ഈ പിന്നീടുള്ള കുടുംബത്തില് നമ്മൾ ഇതേ രീതി തന്നെ ആവിഷ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം അനുനയം എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ഏലൂടെ സഞ്ചരിക്കുമ്പം അറിയാതെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമ്മള് ഈ പറഞ്ഞ എന്താന്നാ പറയുന്നത്, ഇരുമ്പൊലക്ക പോലത്തെ ഒരു സാധനം ഒന്നും അല്ല അഭിപ്രായം എന്ന് പറയുന്നത്. അഭിപ്രായം എന്ന് പറയുന്നത് ശരി അല്ല എന്ന് തോന്നിയാൽ മാറ്റേണ്ട ഒരു സാധനം. അപ്പൊ ഈ ശരി അല്ല എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഫ്ലെക്സിബിൾ ആയേ തീരും. ഒരു പക്ഷേ നമ്മുടെ കൊച്ചിന്റെ കുഞ്ഞു മോനൊക്കെ ആയിരിക്കും നമ്മളോട് ഒരു കാര്യം പറയുന്നത്, അത് ശരിയായിരിക്കും ഒരു പക്ഷെ. അത് ചെറിയ കുട്ടിയാണ്, പ്രായം തീരെ ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളത് സ്വീകരിക്കാതിരിക്കേണ്ടതിൽ കാര്യമൊന്നുമില്ല. അതിന്റെ അവന്റെ ഒരു കയ്യിൽ ന്യായം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കുക തന്നെ ചെയ്യണം. ഇതിനൊരു മഹാമനസ്കത എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു കാര്യം അതുണ്ടാക്കിയെടുത്താൽ ഇറ്റ്സ് വെരി ഗുഡ്. കാരണം അത് മുന്നോട്ടുള്ള നമ്മളെ പോക്കിനെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി പെട്ടെന്ന് നമുക്ക് ഇത് മാത്രം പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടായില്ല, എന്തേലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു പരിഹാരങ്ങളും കാണണമല്ലോ, എന്നാലല്ലേ ഉള്ളൂ. അപ്പൊ അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ വാദപ്രതിവാദം, കലഹം ഒക്കെ ഉണ്ടാക്കുന്ന നിന്നും അല്പാൽപമായിട്ട് നമുക്കൊന്ന് ഒരു മുക്തി അല്ലെങ്കിൽ ഒന്ന് വിട്ടു നിൽക്കാൻ പറ്റുന്ന രണ്ടു മൂന്ന് ടിപ്സ്. ഇത് വളരെ ബാലിശമാണെന്നൊന്നും തോന്നിയേക്കരുതേ, കാരണം ഇതൊക്കെ എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിച്ചിട്ട് എനിക്കത് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാത്തൊരു കാര്യം നമ്മൾ പറയുന്നത് തന്നെ ശരിയല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രാവർത്തികമാക്കാൻ പറ്റിയൊരു കാര്യമായിരിക്കും വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിനെ നമ്മളൊരു കള്ളത്തരമല്ലേ അത്. നമ്മൾ ഏൽ കൂടെ നടക്കുന്ന സമയത്ത് കഴിയാവുന്നതും ബി ട്രൂത്ത്ഫുൾ ടു ദൈൻ ഓൺ സെൽഫ്, ബി ട്രൂ എന്നൊക്കെ പറയുന്ന കൂട്ടത്തില് ഇതൊരു ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ഈ കലഹത്തിൽ നിന്നും വിട്ടു നിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അതിനുള്ള സാധനത്തിന് നമ്മൾ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത് വീട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ഒറ്റയും പറ്റിയും ഒക്കെ പറഞ്ഞിങ്ങനെ ബഹളത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് പലപ്പോഴും പ്രധാന വിഷയത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അതിൽ നമ്മളൊരു നിഷ്കർഷത പാലിക്കണം. എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഡിസ്കഷൻ തുടങ്ങിയത്, ഈ ചർച്ച തുടങ്ങിയത്, വേണമെങ്കിൽ വാദപ്രതിവാദം തന്നെ പറഞ്ഞു, ഈ വാദം തുടങ്ങിയത് അതിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥ ഇല്ലാണ്ടാക്കുക, വിഷയത്തിൽ നിന്ന് മാറാണ്ടിരിക്കുക, അത്ര തന്നെ. നമ്മൾ കണ്ടിട്ടില്ലേ, ചിലപ്പോ എന്റെ വീട്ടിലൊക്കെ ചിലപ്പോ സമയത്ത് ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു തുടങ്ങി അങ്ങ് പോയി 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 ആദവും അവയുടെ ആ കാലം വരെയൊക്കെ എത്തും. അതുകൊണ്ടല്ലേ പ്രശ്നം മുഴുവൻ. അതാണ് ഈ പഴയ വിഷയങ്ങളൊക്കെ എടുത്തിട്ടിട്ട് പിന്നെയും അലക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല തന്നെ. അതൊന്ന്, അതായത് വിഷയത്തിൽ നിന്ന് മാറാതിരിക്കുക. നമ്മൾ രണ്ടുപേര് തമ്മിൽ ഒരു പ്രശ്നം ചർച്ച ചെയ്യുന്ന സമയം. രണ്ടാമതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മൾ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞ ഈ തെറി, ഇത് കുടുംബകലഹത്തിന്റെ ഒരു പ്രധാന കാരണമല്ല, മിക്കവാറും അതിനെ മൂപ്പിച്ചു നിർത്തുന്ന ഒരു ഘടകമായിട്ട് മാറാറ്. ഈ തെറി പറച്ചില്, ആട്ടുക, പ്രാകുക, ഇതൊക്കെ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു പക്ഷേ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, അത് വായിച്ചോട്ടെ അതൊരു ശീലമായിപ്പോയി എന്ന് പറഞ്ഞാൽ വായിനകത്ത് അതേ പെട്ടെന്ന് വരത്തുള്ളൂ. ഈ അങ്ങനെ ശീലിച്ചു പോയി. നമ്മൾ അതിനേക്കാളും വലിയ ശീലങ്ങളൊക്കെ മാറ്റിവെച്ചവരാണേ, അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത്രയും ഒരു തെറി വായിലായിട്ട് ഇങ്ങനെ തെറിച്ചു വരുന്ന സമയത്ത് അതൊന്ന് പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കുടി നിർത്തിയ ആൾക്കാരല്ലേ. അത് സാധിക്കും. അത് വേണ്ടാന്ന് വെച്ചിട്ടാ നമ്മൾ. കാരണം വേണ്ടാന്ന് വെക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ആരെയാണോ തെറി പറയുന്നത് അവിടെന്ന് തിരിച്ചിങ്ങോട്ടൊന്നും വലിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ധൈര്യം ഉള്ളതുകൊണ്ടും കൂടിയാ. ഞാൻ പണ്ട് വേറെ ഏതൊരു വിഷയമായിട്ട് ചോദിച്ചപ്പോ തോന്നിയിട്ടില്ല, നമ്മളൊരു പോലീസുകാരനെ പോയിട്ട് തെറി പറയാൻ നിൽക്കുകയല്ലോ, ഇല്ലേ? നമുക്കറിയാം അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ലത് കിട്ടുമെന്നറിയാം.
പക്ഷെ വീട്ടിൽ കെട്ടിയോളെ തെറി പറഞ്ഞു കഴിഞ്ഞാല് അത് തിരിച്ചൊന്നും ഇങ്ങോട്ട് കിട്ടാനില്ല. കൂടി വന്ന ഒരു തലയ്ക്ക് കൈ വെച്ചിട്ട് ഒരു പ്രാക്കൊക്കെ പ്രാഗി എന്നൊക്കെ ഇരിക്കും. പക്ഷെ അത് കഴിയാന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അതിന്റെ ഒരുപാട് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അത് അങ്ങനത്തെ ശീലങ്ങള് നമ്മൾ ഒഴിവാക്കുന്ന ഏറ്റവും നല്ലത്. ഇതിനേക്കാളും ഒരു പരട്ട സ്വഭാവം തന്നെ പറയാം. ഈ തന്തയ്ക്ക് വിളിയുണ്ടല്ലോ, അതും കെട്ടിയോളുമാരെ, ഇത് വല്ലാതെ നമുക്കൊരു സുഖം തരുന്നൊരു കാര്യമാണ്. ഒന്ന് പറഞ്ഞ് കഴിഞ്ഞ് വഴക്കിങ്ങനെ മൂത്തിരിക്കുന്ന സമയത്ത് ഒരപ്പനെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭയങ്കര സുഖാന്ന് പറയും. അവളെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ ഈ കുടിച്ച് നാനാവശ്യരായിട്ട് നടന്ന് അലവലാദികളായിട്ട് നടന്ന സമയത്ത് നമ്മളെ വിട്ടുപോകാതെ ആ കുടുംബം നോക്കിക്കൊണ്ട് നടക്കുന്നതിൽ നമ്മുടെ കെട്ടിയോളുമാർക്ക് ഒരു വലിയ പങ്കുണ്ടായിരുന്നു. ഓക്കെ, അത് ഒരു പക്ഷേ അവരുടെ അപ്പന്റെ അടുത്ത് കിട്ടിയ ഒരു സ്വഭാവ ഗുണമായിരിക്കും. അപ്പൊ ഒന്ന് പറഞ്ഞാൽ രണ്ടാം വാക്കിന് അവളെ തന്തയെ വിളിച്ച് നമ്മള് സായുജ്യം അടയുന്നതിൽ ഒരു ബോഷ്കുണ്ടതിൽ, ഒരു അല്പത്തരം ഉണ്ടതിൽ, ഒരു വൃത്തികേടുണ്ടതിൽ. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊന്നും മാറി നിൽക്കുക. കാരണം ഏതൊരു സ്ത്രീക്കായാലും അവരുടെ അപ്പനെയൊക്കെ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഉള്ളിൽ തട്ടുന്നേ, അത് വലിയ വേദന ഉണ്ടാക്കുന്നൊരു കാര്യം. എന്നാലും ആ ഭൂ തെറി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഉണ്ടാവില്ല. പക്ഷെ അതിനേക്കാളും വല്ലാതെ മാരകമായിട്ട് അവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അത് പോകാനും കുറച്ച് പാടാണ്. അത് അവിടെ ഒരു മുറിവായിട്ട് അകത്ത് കിടക്കും, നമുക്കത് കാണാനൊക്കില്ല, നമ്മളത് മറന്നു. നമുക്ക് ആ ഒരു നേരത്തെ പറഞ്ഞ ഒരു സായുജ്യൊക്കെ അടഞ്ഞിട്ട് അപ്പനെ വിളിച്ചല്ലോ എന്ന്, തന്തയ്ക്ക് വിളിച്ചല്ലോ എന്നുള്ള ഒരു ഊക്കെല്ലാം കാട്ടി നമ്മളിങ്ങനെ നടക്കും. പക്ഷെ അവരിലുണ്ടാക്കുന്ന ഒരു വല്ലാത്തത്, നമ്മളെ കൂടെയുള്ള ആളല്ലേ, അത്രമാത്രം വിചാരിച്ചാൽ ഒരു സഹജീവിയല്ലേ, ഇത്രയായിട്ടും വിട്ടുപോകാതെ കൂടെ കിടന്ന ഒരാളല്ലേ, നമ്മുടെ മക്കളെ തീറ്റിപ്പറ്റിയല്ലേ, ഉണ്ടാക്കിയതല്ലേ മക്കളെ. അപ്പൊ അതൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാ നമുക്കത് തോന്നുക? അവിടെയാണ് ഈ ഒരു ആലോചന വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ. ഇനി വേറെയും കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു സമയം നമ്മളൊന്ന് ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് 12 മണിയാവാൻ പോകുന്നു. അതിന് ശേഷവും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള വലിയ വലിയ കാര്യങ്ങളിലേക്കൊക്കെ എഴുതി വെച്ച 2-3 സാധനം ഉണ്ടെന്ന് നോക്കട്ടെ. അതിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മുടെ നിർത്തുന്ന സമയത്ത് ഈ ബിഗ് ബുക്കിലെ 9ാമത്തെ ചാപ്റ്റർ അവസാനിക്കുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സാധനം. അതിൽ പറയുന്നത്, ഞങ്ങൾക്ക് അവസരോചിതമായ 3 കൊച്ചു ചെറിയ ആപ്തവാക്യങ്ങളുണ്ട്. അതാ പറയുന്നത്, കുഞ്ഞി വാചകങ്ങൾ 3 ഞങ്ങൾക്ക് അവസരോചിതമായിട്ടുള്ള 3 ഉണ്ട്. അതെന്തൊക്കെയാണ്? അത് നമ്മുടെ 3 സ്ലോഗൻസ് ആണ്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ആദ്യത്തെ കാര്യങ്ങൾ ആദ്യം. പിന്നത്തെ ലിവ് ആൻഡ് ലെറ്റ് ലിവ്, ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. 3ാമത്തെ കാര്യം ഈസി ഡസ് ഇറ്റ്. ഞങ്ങൾ കോഴിക്കോട് ഭാഷയിൽ പറഞ്ഞത് എളുപ്പാണ് ബായി എന്ന് ഞങ്ങൾ പറയും. ഇത് ഈസിയാണ് ബായി എന്ന് പറയും. അപ്പൊ ഇത് ആ ഒരു മഹാലാഘവത്തോടു കൂടി കാണുക, ആ ഒരു ലാഘവ ബുദ്ധിയോടു കൂടി ചില കാര്യങ്ങൾ കാണുക. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് തന്നെ എത്തുകയാണ്. ഇത് നല്ല പ്രോഗ്രാമാണെന്ന് നമുക്കറിയാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മസിൽ പിടിച്ച് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ഒന്നും അല്ല ഇത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ നമ്മളോട് തന്നെ കലഹിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. അയ്യോ, ഇത് ഇത്ര ഭയങ്കര ബുദ്ധിമുട്ട്, 4-ാം പടി ചെയ്യാൻ പറ്റുന്നില്ല, അതില്ല ഇതില്ല എന്ന് പറയുമ്പോൾ നമ്മള് കലഹം നമ്മളിലേക്ക് തന്നെ എത്തിക്കുക. അപ്പം നമ്മൾ ഈ കലഹത്തെ പറ്റി പറഞ്ഞ് തീർക്കുമ്പം അവനവനോടുള്ള കലഹങ്ങള് ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. കാരണം ഈ നമ്മളെ പിന്നീടുള്ള കുടുംബത്തിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതിൽ പറയുന്ന ട്വിസ്റ്റഡ് തിങ്കിങ്ങിനെ പറ്റിയിട്ട് അതിൽ എവിടെയോ ഒരു സ്ഥലത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ട്വിസ്റ്റഡ് തിങ്കിങ്, ഈ വളഞ്ഞൊരു ചിന്താരീതിയും ഡിപ്രഷനും വിഷാദവും അത് അയഞ്ഞു വരാൻ കുറച്ച് സമയമെടുക്കുന്നുള്ളതാണ്. അപ്പം ആ സമയം നമ്മൾ തിരക്ക് കൂട്ടണ്ട എന്ന് എനിക്ക് പുതുതായിട്ട് വന്നവരോട് പറയാനുണ്ട്. അപ്പം അത്രയും പറഞ്ഞിട്ട് ഈ കലഹം എന്നുള്ളതിനെ പറ്റിയിട്ടോ, ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ വിഷയത്തിന്റെ
ഇനിയിപ്പോ അതല്ല പിന്നീടുള്ള കുടുംബം എന്നുള്ള വിഷയത്തെ പറ്റിയിട്ടോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഐ ആം ലിവിങ്. ഓക്കെ, ശരിക്കും എൻജോയ് ചെയ്ത ഒരു ദിവസം. ഇത്രയൊക്കെ പറയാൻ പറ്റിയതിന് വലിയ സന്തോഷം. ഈശ്വരനും ഏയ്ക്കും നന്ദി. താങ്ക് യു. താങ്ക് യു ചേട്ടാ, ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഈ കുടുംബ കലഹത്തിന്റെ മാനസിക പശ്ചാത്തലത്തെ കുറിച്ച്, അതിന്റെ കാരണങ്ങളും അതിൽ നിന്നും എങ്ങനെ ഹൗ ടു മാനേജ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇത്തിരി വിട്ടു നിൽക്കാനുള്ള ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ തന്നതിന് വളരെ സന്തോഷം. ഇനി ഇതിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ മൈക്ക് തുറന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ